ഹലോ ഗായ്സ്, നമുക്കൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും ഇഷ്ടമല്ലേ ഫ്രൂട്ട് സലാഡ്? കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, അപ്പം ഞാൻ വിചാരിച്ച് കേടായി പോകണ്ടല്ലോ, നമുക്കൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. നോക്കിക്കേ, എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. അവക്കാഡോ ഉണ്ട്, മാങ്ങയുണ്ട്, ആപ്പിളുണ്ട്, ഓറഞ്ചുണ്ട്, പഴമുണ്ട്, ആത്തിപ്പഴമുണ്ട്, 2 ഈത്തപ്പഴമുണ്ട്, പിന്നെ ബ്ലാക്ക് ബെറി ഉണ്ട്, ബ്ലൂബെറി ഉണ്ട്. ഇതെല്ലാം കൂടി ഇട്ടൊരു സലാഡ് ഉണ്ടാക്കാൻ പോവാം കേട്ടോ. ഓക്കെ, നമ്മുടെ ഫ്രൂട്ട് സലാഡെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ആവശ്യമുള്ള സാധനം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നോണ്ട് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് കേട്ടോ. നോക്കിക്കേ, ഇത് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. അങ്ങനെ ഞങ്ങളുടെ ഫ്രൂട്ട് സലാഡ് റെഡിയായി കഴിഞ്ഞു. ഞാൻ ഐസ്ക്രീമോ അല്ലെങ്കിൽ വേറെ ഒന്നും അതിനകത്ത് ഇട്ടിട്ടില്ല. നട്ട്സും ഇല്ല, ഐസ്ക്രീമും ഇല്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. കാരണം ഫ്രൂട്ട്സ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫ്രൂട്ട്സ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് എടുത്തതാണ്. ഞാൻ കുറച്ച്, എൻ്റെ കയ്യിൽ നട്ട്സൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് വെള്ള എള്ള എൻ്റെ കയ്യിലുണ്ടായിരുന്നു റോസ്റ്റ് ചെയ്തത്. അത് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തു, ഒരു ഭംഗിക്ക് വേണ്ടി, ഒന്ന് കടിക്കാനും കിട്ടുമല്ലോ. അങ്ങനെ എനിക്ക് ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, എല്ലാ ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നട്ട്സും വേറൊന്നും ഐസ്ക്രീമും ഒന്നും ചേർക്കാഞ്ഞത്. പക്ഷേ ഞാൻ കുറച്ച് പാൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ മധുരം ആവശ്യത്തിനുണ്ടല്ലോ, അതുകൊണ്ട് മധുരം ഒരുപാട് ചേർക്കേണ്ടി വന്നിട്ടില്ല. അപ്പം എല്ലാവരും ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ ഒരുപാട് കിട്ടുവാണെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം, കളയേണ്ടി വരരുത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കണ്ടിട്ട് ഉണ്ടാക്കി കഴിക്കുക, അല്ലെങ്കിൽ വന്നോളൂ, കഴിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ലൈക്ക് ചെയ്യണത് കണ്ടിട്ട് എല്ലാവരും കേട്ടോ. ഓക്കെ, ഇത് ഫ്രൂട്ട് സലാഡാണ്, വലിയ വെറൈറ്റിയോ സംഭവമൊന്നും അല്ല, എനിക്കറിയാം. എന്നാലും നമ്മളൊരു കാര്യം ചെയ്യുമ്പം നിങ്ങളെയും കൂടെ കാണിച്ചാലോ എന്ന് വിചാരിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ, ടാറ്റാ.